മുഖ്യമന്ത്രി വി.ഡി. സതീശിനെയും അതായത് പിന്നെ മറ്റ് രാഷ്ട്രീയ അതായത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും വിമർശിച്ചുകൊണ്ടുള്ള വാർത്താ പോസ്റ്ററുകളും അതായത് വാർത്തകളും അങ്ങനെ കാർഡുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഇത് വലിയ വിവാദമാവുകയും വലിയ രീതിയിലുള്ള ചർച്ചകളിലോട്ടൊക്കെ പോയി. അപ്പം ഈ സംഭവം അവരുടെ മെറ്റയുടെ തന്നെ വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കുണ്ടായ വീഴ്ചയാണെന്നും പിന്നെ AI സിസ്റ്റത്തിൽ വരുത്തിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ സാങ്കേതിക തകരാറാണെന്നാണ് മെറ്റ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മെറ്റയുടെ വിശദീകരണം കുഴപ്പമില്ല. മെറ്റ നന്നായിട്ട് ഇനി ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കിപ്പം നമ്മൾ ടെക്നോളജിസ്റ്റുകളല്ല, അപ്പോൾ അതുകൊണ്ട് മെറ്റ പറയുന്നത് തൽക്കാലം വിശ്വസിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറ്റിയ പരിപാടി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും അല്ലെന്നേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ചാനലുകളുടെ മാത്രം കാർഡുകൾ എങ്ങനെയാണ് മിസ്സാവുക? സ്വാഭാവികമായും നമുക്കുണ്ടാകുന്നൊരു സംശയം. അതിനുശേഷം മെറ്റയുടെ AI അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് മലയാളം, കൈരളി TV, ദേശാഭിമാനി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഇടത് ചായ്വിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളുടെ മാത്രം കാർഡുകൾ എങ്ങനെ ഡിലീറ്റായി? ഇപ്പോൾ ബാക്കി ഒരുപാട് ചാനലുകൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ അപ്ലോഡ് ചെയ്യുന്ന കാർഡുകളുണ്ടാവും. എനിക്കറിയില്ല ഇവർ ജയ് ഹിന്ദുകാർ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ വലത് ചായ്വുള്ള മാധ്യമങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കാർഡുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഡിലീറ്റ് ആവാതെ കൃത്യമായി ഇത് മാത്രം, അതായത് ഈ റിപ്പോർട്ടർ ചാനൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അവർ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാർഡുകളും പോകണം. എന്ന് വെച്ചാൽ അവർ വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ആൾക്കാരുടെയൊക്കെ വേറെ വാർത്തകൾക്ക് അവർ കാർഡ് ചെയ്യുമല്ലോ. അപ്പോൾ അത്തരം കാർഡുകൾ ഇടുന്ന സമയത്ത് അതും പോകേണ്ടതല്ലേ? സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് അതാണ്. അങ്ങനെ ഒരു സംഭവം അല്ലേ ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും. പക്ഷെ അത് പോയിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രിക്കെതിരായി വന്ന കാർഡുകൾ മാത്രമാണ് അത് ഡിലീറ്റ് ആയി പോയ ഒരു സാഹചര്യമുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അതിനകത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴ ആരെങ്കിലും സംശയിച്ചാൽ നമുക്കതിനെ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനുശേഷമാണ് ഇവർ നമ്മുടെ ഇയാൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്, അബ്ദുറഹിമാനെതിരായിട്ടുള്ള വാർത്തകൾ, അല്ലെന്നുണ്ടെങ്കിൽ ജനീഷിനെതിരായിട്ടുള്ള വാർത്തകൾ ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നിട്ട് കൂടി ഇതിന് മാത്രം വിലക്കേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന നിലയിൽ തന്നെ വേണം നമ്മൾ കാണേണ്ടി വരും. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മെറ്റയിലേക്ക് ഇപ്പം നമ്മളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് ഉണ്ടായി, ഒരാളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മെറ്റയെ റിപ്പോർട്ട് ചെയ്യാം. മെറ്റയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ നമുക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, എനിക്ക് ഡിഫമേഷൻ സംഭവിക്കുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഡീഫെയിം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മെറ്റ അത് നീക്കം ചെയ്യും. എന്നിട്ട് അവർക്ക് വാർണിംഗ് കൊടുക്കും. ഈ രീതിയിലായിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം ഈ ശരിക്കും ഇത് സംഭവിക്കുന്ന കാരണം ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ള ചില നിലപാടുകളിലാണ് പ്രശ്നം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ, ആ നിലപാട് ഒരു പക്ഷേ ഇന്ന് ക്ലിയറായി, ജനങ്ങൾക്ക് ക്ലിയറായി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത നിലപാടുകൾ, അതിനുശേഷം ഈ പറയുന്ന നമുക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്തിട്ടുള്ള നിലപാടുകൾ, ഈ നിലപാടുകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സംഘപരിവാർ ചായ്വ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഏകദേശം ഇത്രയും ലക്ഷം ആളുകൾക്ക്, 4 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ സർക്കാർ വീട് വെച്ചു കൊടുത്തു. ആ പദ്ധതി, ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതിയിൽ ഇനിയിപ്പോൾ ഒരാൾക്ക് വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ലൈഫ് മിഷൻ അല്ലെങ്കിൽ ലൈഫുമായി ബന്ധപ്പെട്ടൊരു വീട് വെക്കണമെങ്കിൽ ആ ഗുണഭോക്താവിൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ മിനിമം ഉണ്ടാവണം. അതായത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി അനുവദിക്കൂ. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധാരണഗതിയിൽ ഈ പറയുന്ന റൂറൽ ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾക്ക് വീട് വെക്കുന്ന 72,000 രൂപ കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കി വരുന്ന 4 ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന പൈസയുണ്ട്. ഈ ബാക്കി വരുന്ന പൈസ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെന്റും അവരും കൂടെ ചേർന്നിട്ടാണ് ഈ വീട് വെച്ചു കൊടുക്കുന്നത്. ഇനി അത് പറ്റില്ല. ഇനിയും ചെയ്യേണ്ട അത് കേന്ദ്രം പറഞ്ഞ സമയത്ത് അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അവിടെയാണ് MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നടപ്പിലാകുമെന്ന് പറഞ്ഞത്. 1 ലക്ഷം രൂപ ഗുണഭോക്താവിൻ്റെ കയ്യിലുണ്ടാവണം. ഗുണഭോക്താവ് അന്നേരം 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി പൈസ കൊടുക്കും, 4 ലക്ഷം രൂപ മൊത്തം. മറ്റേത് അർബൻ ഏരിയയിൽ, നഗരപ്രദേശങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര സഹായം, ബാക്കി സംസ്ഥാനം കണ്ടെത്തണം.
2.5 ലക്ഷം രൂപ സംസ്ഥാനം കണ്ടെത്തണം, സംസ്ഥാനവും അതോടൊപ്പം ഇവരും കണ്ടെത്തണം. ഗുണഭോക്താവിന് യാതൊരു കുഴപ്പമില്ല. കാര്യം ഗുണഭോക്താവിൻ്റെ കയ്യിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഫണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് അവർക്ക് കിട്ടും, വീട് വയ്ക്കാം. ഇപ്പോൾ ഒരു മിനിമം 1 ലക്ഷം രൂപ ഒരു സാധാരണക്കാരൻ വീടില്ലാത്ത ഒരാളുടെ കയ്യിലുണ്ടാകണം. അതാണ് പുതിയ നിയമം വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതിലുപരി ഈ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വി.ഡി. സതീശൻ്റെ, അവിടെയാണ് വി.ഡി. സതീശൻ ഏറ്റവും കൂടുതൽ കലിപ്പായത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായി സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഹുസൈൻ മുസാഫിർ. ഈ ഹുസൈൻ മുസാഫിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് 1/2 കിലോ MDMA, ഏകദേശം 1 ഗ്രാമിന് 1/2 കിലോ എന്ന് വെച്ചാൽ 500 ഗ്രാം, 1 ഗ്രാമിന് ഏതാണ്ട് 9,000 മുതൽ 10,000 രൂപ വരെ വില വരുന്ന ഈ സാധനത്തിന്റെ 1/2 കിലോ കൈ വെച്ചുകൊണ്ടാണ് നടന്നത്. മൊത്ത കച്ചവടക്കാരന്. ഇപ്പം നൈജീരിയയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു, ഫിലിപ്പീൻസിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം വി.ഡി. സതീശന് ഒപ്പം നടന്ന, അപ്പം എന്തുകൊണ്ട് ഇത്തരം ചാനലുകളോട് ചോദിക്കുന്നത് ഫാക്ട് ചെക്ക് ചെയ്തു. മീൻസ് ഇപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ പറയുന്നൊരു കാര്യം എനിക്ക് ഇയാളെ അറിയാം, അറിയില്ല എന്ന് പറഞ്ഞില്ല എന്നുള്ളത് വി.ഡി. സതീശൻ്റെ ഒരു മാന്യതയാണ്. എനിക്ക് ഇയാളെ അറിയാവുന്നത് ഈ ചെറുപ്പക്കാരൻ, അതായത് ഹുസൈൻ മുസാഫിർ അല്ലെങ്കിൽ മുഹമ്മദ് ഹുസൈൻ, ഈ ചെറുപ്പക്കാരൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർദ്ദനമേറ്റു കഴിഞ്ഞപ്പോൾ തിരുമലെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ക്രൂരമായ മർദ്ദനമാണെന്ന് പോലീസ് കൊടുത്തതെന്നാണ് സതീശൻ്റെ ഭാഷ്യം. ക്രൂരമായ മർദ്ദനമെല്ലാം കഴിഞ്ഞ് തിരുമലെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചിരുന്നു, ഹുസൈൻ മുസാഫിറിനെ ഹുസൈനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു ദിവസം വരാം, വന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ പോയി കണ്ടു. അപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ ഇടയിൽ അത് ശരിയല്ല. കാരണം നവകേരള സദസ്സിന് മുൻപ് 2021 ഇവർ ഒരുമിച്ചിരിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 3ഓ 4ഓ തവണ, അതായത് ഈ നവകേരള സദസ്സിനും 2021 ഇടയിൽ ഇവർ പല തവണ കണ്ടിട്ടുണ്ട്, പല പബ്ലിക് ഫംഗ്ഷനിൽ ഇവർ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ നവകേരള സദസ്സ് വരുന്നത്, നവകേരള സദസ്സിൽ ഇവൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞ പോലെ മർദ്ദനം ഏറ്റിട്ടില്ല. അതായത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതും ആ സമയത്ത് ഒരു പോറൽ പോലും ഈ പറയുന്ന ഹുസൈൻ മുസാഫിറിന്റെ ദേഹത്ത് ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത്. അതവൻ റീലായിട്ട് ചിത്രീകരിച്ച് ഇവൻ തന്നെ ഒരുക്കി വെച്ച കെണിയാണ്. ശരിക്കും ഹുസൈൻ മുസാഫിർ ഉണ്ടാക്കി വെച്ച കെണി തന്നെയാണിത്. ഇയാള് ഹുസൈൻ എന്ത് ചെയ്തു, ഇത് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തു, ആ വീഡിയോ റീലായിട്ട് ഇട്ട് കഴിഞ്ഞു. സ്വാഭാവികം അവന് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് അവൻ വൈറലായി. ആ സാധനം ഇപ്പൊ കുത്തിപ്പൊക്കി ആര്, ഈ റിപ്പോർട്ടർ ചാനൽ കുത്തിപ്പൊക്കിയിട്ടാണ് സതീശൻ പറഞ്ഞ കള്ളമാണ്. വി.ഡി. സതീശൻ എന്തിനാ അങ്ങനെ നുണ പറഞ്ഞു? അപ്പം പരിക്ക് പറ്റാത്ത ഒരാളുടെ കൈയൊടിഞ്ഞ് അയാൾ അവശനിലയിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ ഫോണിൽ വിളിച്ചു. പിന്നെ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ MLA പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോയി കാണണേ എന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞല്ലേ, പോയി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടു. ഇതാണ് പറയുന്നത്. ഇതിനെല്ലാം പൊളിച്ചെടുക്കി അവർ. ഇതിനെല്ലാം പൊളിച്ചെടുക്കിക്കൊണ്ട് കാർഡുകൾ ചെയ്തു. ഈ കാർഡാണ് വലിച്ചത്. ഇവിടെ അറിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം, പിന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനും പറ്റത്തില്ല. അപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഒരാൾ കള്ളങ്ങൾക്ക് മേൽ കള്ളം വെച്ചുകൊണ്ടാണ് പോകുന്നത്. എടുത്ത നിലപാടുകളെല്ലാം തീർത്തും പിന്നെ അപക്വമായ നിലപാടുകളാണ് പലപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ വി.ഡി. സതീശനെ കുറിച്ച് നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞു അത് നിലപാടാണ്. അങ്ങമാതിരി ഒരു പരിപാടി കാണിച്ച ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വി.ഡി. സതീശൻ എടുത്ത നിലപാടാണ്, കർക്കശമായ നിലപാടാണ്. അതൊരു പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ട നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. നമ്മളെല്ലാവരും അംഗീകരിച്ച കാര്യം അത്. പക്ഷേ അവിടെ നിന്ന് പ്രശ്നം തെന്നി മാറുകയല്ലേ ചെയ്തേ. തെന്നി മാറിയിട്ട് ഇപ്പോൾ എന്താ, അദ്ദേഹം സർവത്ര നുണയുണ്ട് പോവല്ലേ. ഇതെല്ലാം അവർ പൊളിച്ചെടുക്കി. എനിക്ക് തോന്നുന്നു അതിലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് പത്തോളജിക്കൽ ലയർ എന്നുള്ള ലെവലിലാണ് പുള്ളിയെ കുറിച്ച് പരാമർശിച്ചത്. എന്ന് വെച്ചാൽ അതൊരു ഇതായിട്ട് മനോരോഗം പോലെ കൊണ്ടു നടക്കുന്ന ഒരാൾ. അപ്പോൾ ആ നിലയ്ക്കാണ് പിന്നെ പുള്ളി അതിനെക്കുറിച്ച് അതെല്ലാം അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന ആ കാർഡുകൾ ഒരു പക്ഷേ അതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഇവിടെ മെറ്റ പറയുന്നതിനോ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ AI അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ടാണ്. മെറ്റയിൽ AI അപ്ഡേഷൻ നടക്കുന്നത് ഈ ഇത്രയും ചാനലുകളിൽ മാത്രമേ അപ്ഡേഷൻ നടക്കുകയുള്ളൂ. അല്ല, മെറ്റയിൽ AI അപ്ഡേഷൻ ഇപ്പം നമ്മളിടുന്ന കാർഡുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ആയി പോകേണ്ടതല്ലേ. അപ്പം സ്വാഭാവികമാണ് അതിനകത്തിലെ ഈ പറയുന്നത്, സ്വാഭാവികമായി മെറ്റയും പഠിച്ചിരിക്കുന്നു കള്ളം പറയാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം എന്തായിരുന്നാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ അതിനുവേണ്ടി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അതൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടി എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നേ, ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്,
എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയും ചെയ്തു, ഇതെടുത്ത് കാണിക്കുകയും ചെയ്തു. ഇത് അതിനുശേഷം ഇതൊരു കെണിയാകും എന്ന് തോന്നിയ സമയത്ത് രമേശ് ചെന്നിത്തല ചെയ്ത പരിപാടി എന്താ? ആ നിശാന്തിനി IPS IG നിശാന്തിനി IPS തൂഫാന്റെ ചുമതല ഏൽപ്പിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞെന്താ, അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു, അതുകൊണ്ടാണ് തൂഫാന്റെ ചുമതല നിശാന്തിനി IPS കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചുമതലയിൽ നിന്ന് ആളെ മാറ്റി. എന്തിനായിരുന്നു അങ്ങനെ ഒരു നാടകം? അത് ഈ അറസ്റ്റിന് ശേഷം എന്തിനങ്ങനെ സംഭവിച്ചു? അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. നിശാന്തിനി IPS വളരെ പെട്ടെന്ന് അതിൻ്റെ ചുമതലയിലേക്ക് എത്തിക്കുന്നു. എവിടെ പിന്നെ മറ്റേ അതിൻ്റെ ചുമതല കണ്ടാണ്, അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നത്, ഇച്ചിരി പ്രയാസമാണ് ആ പേര് പറയാൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ ചുമതലയിൽ നിന്ന് മാറ്റി, എന്നിട്ട് അവധി പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഇത് സംഭവം സിമ്പിളാണ് കാര്യം. ഇതാണ് ആക്ച്വലി ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് വിശ്വസിക്കണമെന്നറിയില്ല. മെറ്റ പറഞ്ഞത് വിശ്വസിക്കണോ, ഇനി അതല്ല നമ്മൾ ചിന്തിക്കുന്നത് വിശ്വസിക്കണോ എന്നുള്ള ഒരു ആകെപ്പാടൊരു ആശയക്കുഴപ്പം പൊതുവിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്.